സോ നമ്മുടെ ഓണമാണ്. അപ്പൊ ഓണത്തിന് എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് ഉണ്ടാക്കി തരണമല്ലോ. അപ്പൊ എന്താണെന്ന് എന്തെങ്കിലും ഒരു ഗസ് ഉണ്ടോ? പായസമാണെന്ന് തോന്നുന്നു. ബ്ലൂബെറി പായസമാണ്. ബ്ലൂബെറി ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ട് ആണോ? സാധാരണ ഈ ബ്ലൂബെറി എന്ന് പറയുന്നത് ഇപ്പം ഈ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ ഏറ്റവും സൂപ്പർ ഫുഡായിട്ട് ആളുകൾ കഴിക്കുന്നതാണ്. അപ്പൊ കേരളത്തിലുള്ളവരൊക്കെ പണ്ട് ഇതൊരു നമ്മുടെ കേരളത്തിൽ ഉണ്ടാവാത്ത അല്ലെങ്കിൽ ഇന്ത്യയിൽ കിട്ടാത്ത ഒരു ഫ്രൂട്ടാണ് ബെറി ഫാമിലിയിൽ. നമുക്കിവിടെ മൾബറി ഉണ്ട്, ഇപ്പോൾ എല്ലാവർക്കും സ്ട്രോബെറി അറിയാം, അതേപോലെ ബ്ലൂബെറി ബ്ലാക്ക് ബെറീസ് ഒക്കെ ഉണ്ടെങ്കിലും ഇത് വളരെ കഴിക്കാറുണ്ടോ? സോ ഇത് സാധാരണ വെറുതെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആളുകളൊക്കെ ഇപ്പം ഒരു യോഗട്ട് ബ്ലൂബെറി ഇതൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ആളുകൾ ഹെൽത്തി ആയിട്ട് കഴിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഒരുപാട് പായസങ്ങളുണ്ട്. അടപ്രഥമനായാലും പാലടയായാലും പഴംപ്രഥമനായാലും ചക്കപ്രഥമൻ, പരിപ്പ് പ്രഥമൻ, കടലപ്രഥമൻ, പിന്നെ നൂറുകണക്കിന് പായസങ്ങളൊക്കെ ഇപ്പം പുതുതായിട്ട് വന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് രണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നായികമാർക്ക് ഒരു ബ്ലൂബെറി പായസം നമ്മൾ തയ്യാറാക്കാം. ഓക്കെ, അപ്പൊ അതിന് കുറച്ച് പണിയൊക്കെ നിങ്ങളും ചെയ്യേണ്ടി വരും. പാചകം ഇഷ്ടമാണോ? പാചകം ഇഷ്ടമാണ്, ഞാൻ ചെയ്യാറില്ല. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് നല്ല കൈപ്പുണ്യാണെന്ന് പറയാം. ഒന്നും ഉണ്ടാക്കാൻ ചെയ്യും. കുക്കിംഗ് ഇഷ്ടമാണ്. ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷ് ഏതാ? എനിക്ക് നോൺ വെജ് എല്ലാം. എന്നാലും അതിനകത്ത് നോൺ വെജ് എന്ന് പറയുമ്പോൾ നമുക്ക് മീറ്റ് ഉണ്ട്, ഫിഷ്. എന്നാലും നിങ്ങളുടെ പറഞ്ഞല്ലോ കൈപ്പുണ്യം ഉണ്ടെന്ന് പറഞ്ഞ പപ്പടം കാച്ചുന്നതാണോ? ഞാനല്ല, അതല്ല, ദാലില്ലേ, പരിപ്പ് അത് കറി നന്നായിട്ട് ഉണ്ടാക്കും. ദാൽ ഇത് നോർത്ത് ഇന്ത്യൻ ആണോ നമ്മുടെ കേരള പരിപ്പാണ്? അതുപോലും അറിയാണ്ട് വെറുതെ അങ്ങ് പറയാണ് ദാല്. രാവിലെ പോയി റിസർച്ച് ചെയ്തിട്ട് എന്ത് പറയാ അഥവാ ചോദിച്ചാ പരിപ്പ് കറി വളരെ എളുപ്പമാണല്ലോ. അത് അവർക്ക് അറിയാം. കാരണം ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞു, ഞാൻ എന്നാ നിനക്കൊന്ന് ഡാൽ കറി വെച്ച് തരുവാന്ന്. സീരിയസ്ലി ഇത് ഉണ്ടാക്കി കാണിച്ചു തന്നാൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കും, ഉറപ്പല്ലേ? ഓക്കെ, ഇത് വളരെ സിമ്പിൾ റെസിപ്പിയാണ്. നമുക്ക് പാല്, അതുപോലെ കുറച്ച് ബ്രൗൺ ഷുഗർ, ശർക്കര, മിനിമം ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പൊ ഇത് വെച്ചിട്ടുള്ളൊരു പായസത്തിന്റെ പണി നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇതൊരു ആക്ച്വലി ഒരു കോൾഡ് പായസമാണ്. നമ്മൾ ഈ തണുത്ത പായസം എന്നൊക്കെ പറയുന്ന ഇളനീരിന്റെ പായസമുണ്ട്. നമ്മൾ സാധാരണ ചൂട് പായസമാണ് കുടിക്കുക. ചില പായസങ്ങളൊക്കെ ഈ അധികം വന്നിട്ട് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഒരു അങ്ങനെ കോൾഡ് പായസം കുടിച്ചിട്ടില്ല. അപ്പോൾ രണ്ട് രീതിയിലുണ്ട് പായസം. അപ്പോൾ ഇത് ഏറ്റവും ബെസ്റ്റ് കോൾഡായിട്ട് കഴിക്കുകയാണ്. നമുക്കിപ്പോൾ പെട്ടെന്ന് കോൾഡായിട്ട് ചൂടായിട്ട് ഉണ്ടാക്കിയിട്ട് തരാനുള്ള സമയം കൊണ്ട് ഇതൊരു സെമി ചൂട് കുറച്ചിട്ട് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ബേസിക്കലി ഇത് പാല് നമ്മൾ തിളപ്പിച്ച് വറ്റിച്ച് റബഡി എന്ന് പറഞ്ഞൊരു സാധനം കേട്ടിട്ടുണ്ടോ? റബഡി എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ ഈ ജലേബിയുടെ ഒരു സാധനം തരില്ലേ, അപ്പോൾ ഈ പാല് കുറുക്കി തിക്കാക്കിയ ഒരു സാധനമാണ്. അപ്പോൾ ആക്ച്വലി നമ്മൾ അതിൻ്റെ ഒരു മെത്തേഡിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പക്ഷേ മിൽക്കി മിസ്റ്റിൻ്റെ ഈ ടോണ്ട് മിൽക്ക് ഉണ്ട്, അതിൻ്റെ കൂടെ അവരുടെ തന്നെ കണ്ടൻസ് മിൽക്ക് ഉണ്ട്. അപ്പോൾ അത് വേഗത്തിൽ സാധാരണ ഒരു 6-7 മണിക്കൂർ ഇട്ട് കുറുക്കി പകുതിയാക്കി അതിൻ്റെ പാടയൊക്കെ വെച്ചിട്ട് നല്ല തിക്കായിട്ട് അപ്പോൾ ഒരു പാല് കുറുകിയ രുചിക്കകത്ത് ജലേബിയും മറ്റ് പല സ്വീറ്റ്സൊക്കെ കഴിക്കും. അപ്പോൾ ഇതുപോലെ ഒരു പാല് കുറുക്കിയിട്ട് ബ്ലൂബെറി നമ്മൾ സോട്ട് ചെയ്ത് അരച്ച് ഇതിനകത്ത് ചേർത്ത് ശർക്കരയൊക്കെ വേറെ പ്രത്യേക ടെക്നിക്കലാണ് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് മിൽക്കി മിസ്റ്റ് ടോണ്ട് മിൽക്കാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ പാല് പാട കെട്ടാണ്ടാണ് ഈ പായസത്തിനൊക്കെ. നമ്മൾ പാലട പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇളക്കിക്കൊണ്ട്. സോ നമ്മൾ ഈ ബ്ലൂബെറി ഇതിനകത്ത് ചെയ്യുന്നത് നെയ്ക്കകത്തും ലിറ്റിൽ ബിറ്റ് ബട്ടറും കൂടെ. സാധാരണ നെയ്ക്കകത്താണ് നമ്മുടെ നാടൻ ഈ പഴം പ്രഥമൻ, ചക്കയൊക്കെ നെയ്ക്കകത്ത് വരട്ടിയെടുത്തിട്ടാണ് പ്രഥമൻ ഉണ്ടാക്കുക. അപ്പൊ ഇത് ബ്ലൂബെറി ഒരു ട്വിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അതിനകത്ത് നെയ്യ് ഉപയോഗിക്കും, ഒരല്പം വെണ്ണയും. അപ്പൊ ഇത് രണ്ടിന്റെയും കൂടെ ഫ്ലേവർ വേറെയാണ്. കുറച്ച് നെയ്യ് ഒഴിച്ച് അതെ, ഇത് നമ്മൾ പായസം ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് ആണ് ഈ ഓട്ടുരുളി. അപ്പൊ അടി കട്ടിയുള്ള പാത്രം ആകുമ്പോൾ പാല് പെട്ടെന്ന്, സാധാരണ ഈ നോൺ സ്റ്റിക് പാൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പാല് കയറി കരിയും, അടിക്ക് പിടിക്കും. അപ്പൊ ആ ഫ്ലേവർ ഒക്കെ കേരളത്തിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു കുക്ക് വെയർ ആണ് ഓട്ടുരുളി, ബ്രോൺസ് ആണ്. അപ്പൊ ഇതിന്റെ ആ തവിയൊക്കെ വെച്ചിട്ട് നമ്മൾ ട്രഡീഷണലി ഉണ്ടാക്കണം. സോ കുറച്ച് ബട്ടറും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. സോ മിൽക്കി മിസ്റ്റ് ബട്ടർ ആൻഡ് ഓൾറെഡി നമ്മൾ ഗീ ആഡ് ചെയ്തിട്ടുണ്ട്. മിൽക്കി മിസ്റ്റിന്റെ ബട്ടർ എന്റെ മോൾക്ക് സ്ഥിരം കൊടുക്കുന്നതാ വീട്ടില്. നെയ്യും ബട്ടറും കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക നെയ്യ് രണ്ടും ഇതാണ്. നമ്മളാണെങ്കിൽ ഇതിന് രണ്ടിനെയും കൂടെ മെൽറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ അതിലേക്ക് ഇത് കഴുകി വൃത്തിയാക്കി നമ്മൾ ഡച്ച് ചെയ്ത് വെച്ചിട്ടിരിക്കുന്ന ബ്ലൂബെറീസ് അങ്ങ് എടുത്തു കൊടുക്കുകയാണ്. യെസ്, ഇതിനെങ്ങനെ ഇതിനകത്ത് നെയ്യിൽ വരട്ടിയെടുക്കും ഒരു സൈഡിൽ. അപ്പോൾ ഇത് നല്ല രസമല്ലേ കാണാൻ? വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. കളിക്കുന്ന ഗോലി. അതെ, ഗോലിയുടെ അത് കുറച്ച് കഴിയുമ്പോൾ ചൂട് തട്ടി ഇതിൻ്റെ ഉള്ളിൽ കുരുവൊന്നുമില്ല, സ്കിന്നൊക്കെ ഒന്ന് മാറി നല്ല
ബ്ലൂ കളറായിട്ട് മാറും. നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബെറി ഏതാണ്? നമുക്കറിയാലോ കേരളത്തിൽ ഉണ്ടായിരുന്നതാണ് മൾബറി. മൾബറി കഴിച്ചിട്ടില്ലേ? മൾബറി ഉണ്ട്, വീട്ടിലുണ്ട്. വീട്ടിലുണ്ടോ? ആ. അത് വളരെ റെയറായ ഒരു ട്രീ ആയിട്ട് മാറി. പണ്ടൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ മൾബറി, ഇപ്പൊ പിന്നെ ആ പട്ടുനൂൽ പുഴു എന്നൊക്കെ പറഞ്ഞൊരു സംഭവമൊക്കെ ഉള്ളതാണ്. അപ്പം പലരും ഇപ്പൊ കൃഷി ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഈ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ബെറി ഫാമിലിയുടെ കുറേ സാധനമുണ്ട്. ബ്ലാക്ക് ബെറി, ബ്ലൂബെറി ആൻഡ് സ്ട്രോബെറി. സ്ട്രോബെറി ഒക്കെ എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ട് മാറി. പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കേണ്ട നിങ്ങളുടെ വിശേഷങ്ങളോടും ഇങ്ങോട്ടൊക്കെ പറയാം. ഇല്ല ആക്ച്വലി അല്ല, നമ്മൾ അതിൽ ഇൻവോൾവ് ആക്ച്വലി ഞങ്ങള് ഭയങ്കര ബ്ലെസ്ഫുൾ ആണ്. സാറിന്റെ ഈ ഒരു പാചകം നമ്മളെ ലൈവായിട്ട് കാണാനും